ശരിക്കും എന്താണ് ഒരു റെസിസ്റ്റർ? എന്താണ് ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസിൻ്റെ അല്ലെങ്കിൽ റെസിസ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ? കറൻറ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് റെസിസ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ജോലി, അതായത് പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ഇനി എങ്ങനെ ഒരു റെസിസ്റ്ററിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്. ഒരു വയർ എടുക്കാം, നമുക്ക് ഒരു കണ്ടക്റ്റിംഗ് വയർ തന്നെ ആയിക്കോട്ടെ. ആ കണ്ടക്റ്റിംഗ് വയറിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുകയും ഏരിയ ഓഫ് റെസെക്ഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യും. ഞാൻ ഒരു കണ്ടക്റ്റിംഗ് വയർ എടുത്തു, അതിനുശേഷം ആ കണ്ടക്റ്റിംഗ് വയറിനെ നല്ലവണ്ണം വലിച്ച് നീട്ടി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ആ കണ്ടക്റ്റിംഗ് വയറിൻ്റെ ലെങ്ത് കൂടുകയും ഏരിയ ഓഫ് റെസെക്ഷൻ കുറയുകയും ചെയ്യും. അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഞാൻ എടുത്തതൊരു കണ്ടക്ടർ ആയിരുന്നു, പക്ഷേ ആ കണ്ടക്ടർ ഞാൻ എന്ത് ചെയ്തു? നന്നായിട്ട് വലിച്ചു നീട്ടി ലെങ്ത് കൂട്ടി, അപ്പോൾ റെസിസ്റ്റൻസ് കൂടി. ഇനി ഏരിയ ഓഫ് റെസെക്ഷൻ എന്ത് ചെയ്തു? കോമൺലി എന്ത് സംഭവിക്കും? ആ വലിച്ചു നീട്ടുന്നതിനനുസരിച്ച് ഏരിയ ഓഫ് റെസെക്ഷൻ കുറയും, അപ്പോൾ അതിനനുസരിച്ച് വീണ്ടും റെസിസ്റ്റൻസ് കൂടും. ടോട്ടൽ എഫക്റ്റ് എന്ത് വരും? ആ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് നല്ലവണ്ണം കൂടും. ആ ഒരു കണ്ടക്ടർ നമുക്ക് എന്തായിട്ട് എടുക്കാം? വേണമെങ്കിൽ ഒരു റെസിസ്റ്ററായിട്ട് എടുക്കാം. വളരെ നീളം കൂടുതലായതുകൊണ്ട് അങ്ങനെ തന്നെ നമുക്ക് ഒരുപക്ഷെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനൊരു കോയിൽ രൂപത്തിൽ ആക്കുന്നു. ഇനി കണ്ടക്ടർ എടുക്കുന്നതാണെങ്കിൽ, കണ്ടക്ടറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമ്മൾ കറണ്ട് കടത്തി വിടുന്നതിനനുസരിച്ച് അത് ചൂടാവുകയും അതിനനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസിൽ മാറ്റം വരികയും ചെയ്യും. അതിന് പകരം, കണ്ടക്ടറിന് പകരം നമ്മൾ ഒരുപക്ഷെ എടുക്കുന്നത് ഒരു അലോയ് ആയിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ അലോയിനെ തന്നെ ചൂസ് ചെയ്യുന്നത്? അവിടെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാലും കാര്യമായി എന്തിൽ മാറ്റം വരികയില്ല? റെസിസ്റ്റൻസിൽ മാറ്റം വരികയില്ല. നല്ല നീളമുള്ളതും അതുപോലെ ഏരിയ ഓഫ് റെസെക്ഷൻ വളരെ കുറവുള്ളതുമായ ഒരു അലോയിനെ നമ്മൾ ഒരു കോയിൽ രൂപത്തിൽ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിനെ ഒരു റെസിസ്റ്ററായി കണക്കാക്കാം. അത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സാണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. ഞാൻ ആ കോയിൽ ഏകദേശം ഒരു സോളിനോയിഡ് പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. ഇനി വേണമെങ്കിൽ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു കോയിലിനെ ചുറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള റെസിസ്റ്റേഴ്സാണ്. വളരെ നീളമുള്ളതും ഏരിയ ഓഫ് റെസെക്ഷൻ കുറഞ്ഞതുമായ അലോയ്സ് നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു റെസിസ്റ്ററായിട്ട് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള റെസിസ്റ്ററുകളാണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. ഇനി അലോയ്സിന് കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. മാംഗനീൻ, കോൺസ്റ്റന്റ്, നിക്രോം, ഇവരൊക്കെ അലോയ്സിന് എക്സാമ്പിളാണ്. ഇവരൊക്കെ നല്ല നീളമുള്ള മാംഗനിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് നിക്രോമൊക്കെ എടുത്ത് നല്ല നീളമുള്ള വയറുകളെടുത്ത് ഏരിയ ഓഫ് റെസെക്ഷൻ വളരെയധികം കുറവായിരിക്കണം നമ്മൾ ചുറ്റിയെടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള റെസിസ്റ്ററുകളാണ് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ്. പക്ഷേ നീളം വളരെ കൂടുതലായതുകൊണ്ട് അത് വളരെയധികം ബൾക്കി ആയിരിക്കും. നമ്മൾ ചുറ്റിയെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ സൈസ് വളരെയധികം കൂടുതലായിരിക്കും. അതുമാത്രമല്ല, നമ്മൾ കറണ്ട് കടത്തി വിടുന്നതിനനുസരിച്ച് അത് ചൂടാവുകയും ചെയ്യും. അപ്പോൾ കുറേ എനർജി, നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജിയിൽ കുറേ എനർജി ഹീറ്റായിട്ട് പുറത്ത് പോവുകയും ചെയ്യും. ഇനി അത് ചൂടാകുമ്പോൾ നമ്മളൊരു സർക്യൂട്ടിൽ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ചൂടാകുന്നതിനനുസരിച്ച് അതിൻ്റെ എഫിഷ്യൻസി, ആ ഒരു സർക്യൂട്ടിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞ് വരാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സ് ഉപയോഗിക്കാറില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ടൈപ്പ് റെസിസ്റ്ററാണ് കാർബൺ റെസിസ്റ്റേഴ്സ്. വളരെ ചെറുതാണ്. കാർബൺ റെസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പല സർക്യൂട്ടുകളിലും കാണാൻ സാധിക്കും. ഏകദേശം ഈ ഒരു ഷേപ്പാണ് കാർബൺ റെസിസ്റ്റേഴ്സിന്. നമ്മൾ ബോർഡിൽ വരച്ചിരിക്കുന്നത് വളരെ വലിയൊരു കാർബൺ റെസിസ്റ്റർ ആണെങ്കിലും ശരിക്കുമുള്ള കാർബൺ റെസിസ്റ്റർ വളരെ ചെറുതാണ്. അതായത് ഏകദേശം 1 സെൻറ്റിമീറ്ററിനേക്കാൾ താഴെയാണ് ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ വലിപ്പം. അതിൽ നിങ്ങൾക്ക് കുറച്ച് റിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്കറിയില്ല. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ കളർ റിങ്ങുകളെ ഡീകോഡ് ചെയ്യണം. സാധാരണഗതിയിൽ ഒരു കാർബൺ റെസിസ്റ്ററിൽ 3 റിങ്ങുകളോ അല്ലെങ്കിൽ 4 റിങ്ങുകളോ ആണ് കാണുക. ഞാനിവിടെ 3 റിങ്ങാണ് വരച്ചിട്ടുള്ളൂ. വേണമെങ്കിൽ ഒരു റിങ്ങും കൂടി നിങ്ങൾക്ക് ഒരല്പം ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി കാണാനായി സാധിക്കും. എല്ലാം കളർ റിങ്ങുകളാണ്. ഈ റിങ്ങുകളെ നിങ്ങൾക്ക് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാനായി സാധിക്കും. ഇനി കാർബൺ റെസിസ്റ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അതിൻ്റെ സൈസ് വളരെയധികം കുറവാണ്. അതുപോലെ അതിൻ്റെ വിലയും വളരെയധികം കുറവാണ്.
ഒരുപാട് കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഹീറ്റ് കാരണമുണ്ടാകുന്ന ഒരു ലോസ് ഓഫ് എനർജി പരമാവധി നമുക്ക് കാർബൺ റെസിസ്റ്റേഴ്സിൽ തടയാനായിട്ട് സാധിക്കും, മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമുക്ക് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സിൻ്റെ കീഴിൽ പറയാനുള്ളത്. പ്രധാനമായും 2 ടൈപ്പ് റെസിസ്റ്റേഴ്സ് ആണുള്ളത്. ഒന്ന് വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സും രണ്ടാമത്തേത് കാർബൺ റെസിസ്റ്റേഴ്സും. വയർ ബൗണ്ട് റെസിസ്റ്റേഴ്സിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതൊക്കെ ഓവർകം ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് റെസിസ്റ്ററാണ് കാർബൺ റെസിസ്റ്റർ. ഇനി ആ ഒരു കാർബൺ റെസിസ്റ്ററിൽ നിങ്ങൾക്ക് 3 അല്ലെങ്കിൽ 4 കളർ റിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും. ആ റിങ്ങുകൾ ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർബൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.